ആണോ? ആ എടി ഞാൻ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്, ജംഗ്ഷനിലെത്തി. നീ ഒരു കാര്യം ചെയ്യ്, നീ മേടിക്കുന്ന സാധനത്തിന്റെ ലിസ്റ്റ് ഒക്കെ ആ വാട്സപ്പിലോട്ടൊന്ന് ഇട്ടേര്. അല്ലെ ഞാൻ ചിലപ്പോൾ മറന്നു പോയി, അതാ പറഞ്ഞു. ആ എത്രയായിരുന്നു ചേട്ടാ? 100 രൂപ. ആ ജീപ്പേ ഉണ്ടല്ലോ? ആ ജീപ്പ് ഉണ്ട്. അയ്യോ എടി ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ, ഒരു മിനിറ്റ്. എന്തുകൊണ്ട് ചേട്ടൻ തപ്പണ? അതെ എന്റെ ഫോൺ എവിടെ പോയി പിടിയില്ല. ഫോണല്ലേ ചേട്ടന്റെ കയ്യിലിരിക്കണേ. ഒന്നും പറയണ്ട കേട്ടാ, ഇത് എന്താ നടത്തില്ല, ഭയങ്കര മറവിയാണ്. അതാ ഒന്നും തോന്നരുത് കേട്ടോ. ആ ക്യൂആർ കോഡ് നിർത്തേട്ട. എത്രയായിരുന്നു കേട്ടോ? 100. എന്തൊട്ട് ഇത് ആലോചിക്കണേ? അല്ല എന്റെ പിൻ നമ്പർ എത്രയാണ്? അതെ എന്റെ പിൻ നമ്പർ എത്ര അറിയാം കേട്ടോ? ഇയാളെന്ത് വർത്താനമാണ്? ഇയാളുടെ പിന്നെ നമ്മൾ ഞാൻ അറിയണ കഴിഞ്ഞാ. അത് ശരിയാണല്ലോ, ഞാനത് ഓർക്കുന്നില്ല. ഇത് വള്ളിയാണല്ലോ അങ്ങനെ അഭ്യാസർക്കതൊക്കെ ആശാട്ടങ്ങായി. അയ്യോ ചേട്ടാ ചൂടായല്ലേ, അത് എനിക്ക് ചെറിയ മറവി ഉള്ളതുകൊണ്ടാണ്. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഞാനേ പേഴ്സിനകത്ത് അധികം പൈസ ഒന്നും വെക്കാറില്ല, ഭയങ്കര മറവിയാണ്, അതുകൊണ്ടാണ്. ഭാഗ്യം എന്തായാലും ചേർന്ന് വരാനുള്ള പൈസ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇയാളെ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണാനുള്ള ഇയാൾക്കൊരു വലിയ എന്തോ കുഴപ്പം സംഭവിക്കാൻ പോണ്ട്. നീ ഇതെവിടെയായിരുന്നു? നിന്നെ കണ്ടിട്ട് കുറെ നാളായില്ലടാ. ഞാനിവിടെ തന്നെ ഉണ്ടോ? ഇപ്പൊ പുറത്തോടൊന്നും അധികം ഇറങ്ങാറില്ല. എന്താന്ന് അറിയത്തില്ലേ, കുറച്ചു നാളായിട്ട് ഭയങ്കര മറവി. ഇത് പുറത്തെവിടെയൊക്കെ പോയി കഴിഞ്ഞാല് പല കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോവാ. അതാണ് വീട്ടിൽ തന്നെ ഇരിപ്പാ. അതൊക്കെ പോട്ടെ, ഇപ്പൊ നീ അവിടെ പോയതാ? ഞാൻ 4 വരെ പോയാണ്. എന്തൊരു ചൂടാണ്, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റും. വീട്ടിലെ ഫാനൊക്കെയാണ് ആകപ്പാടെ കംപ്ലൈന്റ്. അതൊരു ഫാൻ മേടിക്കാൻ വിചാരിച്ചിട്ട് പോയത്. ഒരു ഫാനെവിടെ? ഫാൻ എവിടെയാണ്? ശരിടാ, ഞാനത് ഇവിടെ വെച്ചത് നോക്കുന്നുമില്ല. അല്ലടാ, നീ ഇപ്പൊ ഓട്ടോറിക്ഷയിലല്ലേ വന്ന്? ആ വണ്ടിയിലെ വെച്ച് മറന്നു തന്നെയില്ല. എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. ഈ ഒടുക്കത്തെ മറവി നല്ലാത്ത കാര്യം തന്നെയുണ്ട്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ മറവി മാറ്റാനായിട്ട് ഒരു ഉഗ്രം മരുന്നിന്റെ. എടാ നിനക്കറിയാമോ, എന്റെ വല്യമ്മക്ക് നിന്നെ പോലെ തന്നെ ഭയങ്കര മറവി രോഗം. ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടോ, ഒരു കൂട്ടുമരുന്നും തന്നിട്ടുണ്ടല്ലോ. ഒരൊറ്റ സ്പൂൺ അടുത്ത് തന്നിട്ട് വല്യമ്മ ഗർഭപാത്രത്തിൽ കിടന്ന കാര്യങ്ങൾ ഒരു ഓർത്ത വിളിയാത്തി പോകാം. എടാ എനിക്കൂടെ ഞാൻ മരുന്നെന്ന് പറഞ്ഞതാണ്. അതൊക്കെ സാധനം ഇവിടെ ഇരിപ്പണ്ടാ, വീട്ടിലെ വെച്ച് വാങ്ങാണ്ടല്ല. ഇനിയൊന്നും വല്യമ്മ എടുത്താൽ തിന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ വരെ വിളിച്ചോറി. വേറെ ആൾക്കാരെന്റെ കിളി പോയി അറിയിപ്പിക്കണതിനാ. നീ എവിടെ എത്തുക? ഞാൻ അടുത്തരാ. എന്നാലും മറവിക്കൊക്കെ ഇങ്ങനെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? കഴിച്ചു നോക്കാം. ഇതന്നെ ഒരു കച്ചവടങ്ങളൊക്കെ ഇരിക്കുന്നത്. നീ അതൊന്നും നോക്കണ്ട, ഞാൻ സ്പൂണ് കഴിച്ചു നോക്കിയ ഭയങ്കര പവറാ. അല്ല പവർ വേണോ എനിക്ക് അറിയാവുള്ള. എന്തോ വാറ്റിയാലേ കഴിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ശരി, അവർക്കൊക്കെ ഉണ്ടാവും. നീ അതിന് കൊണ്ടുവന്നേ വല്യമാർക്ക് വരാൻ കൊടുത്തേക്കണം. പിന്നെ നിനക്ക് അതെ, ഇനി ഒന്ന് ആലോചിക്കുക, ഫാൻ അവിടെ വെച്ചെന്ന് എപ്പോഴില്ല ഉറപ്പാ. നല്ല ഓർമ്മയുണ്ടോ? ഇപ്പോഴെ ഒരു കാര്യം ഓർമ്മ. ഞാൻ സാധനം മേടിച്ചിട്ട് ബില്ല് അടച്ചിട്ട് പൈസ കൊടുത്തിട്ട് നേരെ ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് പോകും. സാധനം എടുക്കാൻ മറന്നുപോയി. എന്തായാലും ഈ മരുന്ന് കൊള്ളാം. ഇപ്പൊ എല്ലാം നന്നായിട്ട് ഓർമ്മ വരുന്നു. അല്ല ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തു. കഴിഞ്ഞ മാസം നീ എന്റെ 1000 രൂപ കടം മേടിച്ചിട്ടില്ല. നിന്റെ പൈസ വാങ്ങിച്ചേ? ആ എന്നാ മേടിച്ചിട്ടുണ്ട്. അതേ എനിക്കിപ്പോ നല്ല ഓർമ്മയാ, അറിയാവോ? എടാ നീ അന്ന് എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോവാ. ഇപ്പൊ മാസം 1 എവിടെ എന്റെ പൈസ? എടാ ഇന്ന് എന്റെ പൈസ ഇല്ലടാ. ഞാൻ നിനക്ക് മരുന്നൊക്കെ തന്നല്ലടാ, നാളെ തരാർക്ക.
നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ ഇവിടെ വരും. എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഈ കടയടക്കം നിന്നെ ഞാൻ കത്തിക്കും. പറഞ്ഞേക്കാം കേട്ടാ. ഇച്ചിരി മറവിയുണ്ടെന്ന് കയറിയിട്ട് എന്നെ പറ്റിക്കാൻ നോക്കുക. എനിക്ക് എന്തിന്റെ കേടാറുണ്ട്. വയ്യ പോയ വയ്യാവേലിയാണല്ലോ ദൈവമേ ഞാൻ അടുത്ത് വേണ്ടാത്തവർക്ക് വെച്ചത്.